എല്ലാ ഉള്ളിലൊക്കെ നമ്മൾ ചെളുക്കി ഉണ്ടാവും, നിറയെ ചെളുക്കി ഉണ്ടാവും. എല്ലാ സൈഡിലും ഒന്ന് കളഞ്ഞ് എടുക്കണ്ട്. വലിയ മീനായതുകൊണ്ട് മുള്ളിൻ്റെ നല്ല ബലവും ഉണ്ടാവും. എന്നാലും അങ്ങനെ മീൻ പിടിക്കാൻ നല്ല നമ്മളെന്നായിട്ട് ആഗ്രഹമാണ് മീൻ പിടിക്കാൻ. നീ പറയേ. ഹലോ ഗായ്സ്, എങ്ങനെ പറയണേ? ആ പറയേ. നമ്മ മീൻ പിടിച്ചാണ്. ആ മീൻ ചത്തിട്ടില്ല. പറയേ. നമ്മ ഇത് വെച്ച് എന്ത് ചെയ്യാൻ പോണത്? എന്ത് ഡിഷ് ചെയ്യാൻ പോണത്? കത്തിയും കൂടെ അറുക്കുകയാണ്. കറി വെക്കാൻ പോണ്. എന്ത് കറി? മീൻ എന്ത് ചെയ്യാൻ പോണു? വറുക്കാൻ പോവാണ്? ചാറ് വെക്കാൻ പോണോ? ഇച്ചുട്ടിക്ക് എന്താ ഇഷ്ടം? പൊരിച്ച മീനാണ് അവന് ഇഷ്ടം കേട്ടാ. പൊരിച്ച മീൻ ഇഷ്ടം. ഇച്ചുട്ടിക്ക് പൊരിച്ചു തരാം കേട്ടോ. അപ്പൊ നമുക്ക് പൊരിക്കാൻ പറയാം അല്ലേ? അപ്പൊ ആര് പൊരിച്ചു തരും നമുക്ക്? അച്ഛമ്മ പൊരിച്ചു തരുവോ? അപ്പൊ അച്ഛമ്മന്റെ കൊടുക്കാൻ നമുക്കൊന്ന് പൊരിക്കാം അല്ലേ? നമുക്ക് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കട്ടോ. മീൻ വെടുപ്പാക്കി കഴിഞ്ഞിട്ടുണ്ട്. നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. നന്നായിട്ട് ഉള്ളൊക്കെ നല്ല ചന്തത്തിൽ കഴുകിയെടുക്കാം. ഉള്ളിലൊക്കെ നിറയെ അഴുക്കുണ്ടാവും. നന്നായിട്ടൊന്ന് കഴുകിയെടുത്ത് നല്ല വൃത്തിയോടെ കഴുകിയെടുക്കാം. മീനൊക്കെ നമ്മൾ മുടുപ്പായി കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം നമ്മൾ കഴുകിയെടുത്തിട്ടുണ്ട്. നമുക്ക് കഷ്ണം നോക്കാം കേട്ടോ. ഓരോ പീസാക്കാം. പീസായിട്ട് കട്ട് ചെയ്താൽ തലതാ ഒന്നും ചെയ്തിട്ടില്ല. നമുക്ക് തല നമുക്ക് ചാറ് വെക്കാൻ എടുക്കാം. ചെറിയ മീനായതുകൊണ്ട് നമ്മൾ നഷ്ടമാക്കുന്നില്ല. നമുക്കിത് നിർത്തി വറുക്കാം. ഫുള്ളായിട്ട് വെച്ച് വറുക്കാം. ഇപ്പോൾ വരയിട്ട് കൊടുക്കാം. നമുക്കൊന്ന് ചെറുതായിട്ട് മസാല ഒന്ന് പിടിച്ച് വെക്കാം. വരയിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ കഷ്ണമാക്കിയിട്ടില്ല. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ അറിയാം? കുറച്ച് കല്ലുപ്പ് എടുത്തിട്ടുണ്ട്. നമുക്ക് നന്നായിട്ട് ഒന്നും കൂടി ഫ്രഷായിട്ട് കഴുകിയെടുക്കാം. കല്ലുപ്പിട്ട അത്യാവശ്യമുള്ള ചളികളൊക്കെ ഫ്രഷായി പോകും. നല്ല ക്ലീനാവും. കഴുകിയെടുക്കാം. മീൻ അടിപൊളിയാവും. ഫ്രഷായിട്ടുണ്ട്. എല്ലാം വൃത്തിയായി കഴുകിയെടുത്തിട്ടുണ്ട്. ഇഞ്ചി, വെളുത്തുള്ളി, ചെറിയുള്ളി, കുരുമുളക് പൊടിയൊക്കെ കൂടി ചേർത്തിട്ട് പേസ്റ്റാക്കി മിക്സിയിലിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അത് നമ്മൾ മീനിലോട്ട് പുരട്ടി കൊടുക്കാം. അതാണ് വറുക്കാൻ എടുക്കുന്ന മീൻ. നമ്മൾ ഇത്ര ഒരുപാട് കൂടുതലെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ വറുക്കാൻ പോണത്. അപ്പോൾ ഇതിലോട്ട് നമുക്ക് നമ്മൾ അരച്ച് വെച്ച് പേസ്റ്റ് തേച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പുരട്ടി കൊടുക്കുക. അപ്പോഴേ ഫുള്ളായിട്ടൊന്ന് പിടിക്കുള്ളൂ. മസാലയൊക്കെ നമ്മൾ തിരുമ്പി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കൊരു അരമണിക്കൂർ വെയിറ്റ് ചെയ്യാം. അരമണിക്കൂർ മൂടി വയ്ക്കാം. അരമണിക്കൂർ ശേഷം നമ്മൾ പൊരിക്കാനെടുക്കാം. മീൻ വെച്ച് കൊടുക്കാം നമുക്ക്. ഓരോന്നോരോന്നായിട്ട് വെച്ച് കൊടുക്കാം. മണം മൂക്കി കയറും. കാണുമ്പോൾ തന്നെ കഴിക്കാൻ തോന്നണം. മറിച്ചിട്ട് കൊടുക്കുക. ഒരു ഭാഗം വന്നിട്ടുണ്ട്. അടുത്ത ഭാഗം ഒന്ന് മറിച്ചിട്ട് കൊടുക്കുക.
രക്ഷയില്ല. മണം മൂക്കിനുള്ളിൽ കയറിക്കൊണ്ടിരിക്കും. എന്താ കാണുമ്പോൾ തന്നെ എടുത്ത് കഴിക്കാൻ തോന്നുന്നുണ്ട്. മീൻ കറിയൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇതാ മീൻ കറി, ചോറും മീൻ കറിയും കൊടുത്തിട്ടുണ്ട്, മീനും വറുത്തതും കൊടുത്തിട്ടുണ്ട് മക്കൾക്ക്. മക്കളെ ടേസ്റ്റ് ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പോൾ കഴിച്ചിട്ട് അഭിപ്രായം പറയും. ഇച്ചിട്ട് കഴിക്കുക. അടിപൊളിയായിട്ടുണ്ടാ? ഓ അടിപൊളിയായിട്ടുണ്ടാ? സൂപ്പർ. ഇഷ്ടപ്പെട്ടാ? ആര് വെച്ചിന് കറി? മിനിയമ്മയാ? ഇഷ്ടപ്പെട്ട? വറുത്ത് ഇഷ്ടപ്പെട്ടാ? 4 പേരും കൂടി ഇരിക്കുന്നുണ്ട്. ഒരാൾ ചപ്പാത്തി, ഒരാൾ വ്രതത്തിലാണ്, അത് കാരണം മീൻ കഴിക്കുന്നില്ല. ബാക്കി 3 പേരും കഴിക്കുന്നു. ചപ്പാത്തിയും മീൻ വറുത്തതും നല്ല കോമ്പിനേഷനാണ്. അതും അങ്ങനെയുണ്ട്. ചപ്പാത്തിയും മീൻ കറിയും കൂടി സൂപ്പറായിട്ടുണ്ടാ? നീ കുട്ടി നന്നായിട്ടുണ്ട് മീൻ വറുത്തത്. നീ കഴിച്ചിട്ടേ ഇല്ല. അവിടെ സൂപ്പർ പറയുന്നുണ്ട്. വെറുതെ കഴിച്ചിട്ടല്ലേ സൂപ്പർ പറയുന്നത്. കഴിച്ചിട്ട് നോക്ക്. ടേസ്റ്റ് ഉണ്ടാ? അടിയല്ല പൊളിയായിട്ടുണ്ടാ? എൻ്റെ മീൻ എടുക്ക്. ചോറെടുത്തു, മീനെടുത്തു. അടിപൊളി, സൂപ്പർ, അടിപൊളിയായിട്ടുണ്ടാ?